ഞങ്ങൾ അടുത്ത റൂട്ടിലേക്ക് കടന്നു. ആനയാണോ? മുളങ്കാടുകൾ, മുളരെ അവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് പിടിച്ചേ, കിടക്കാൻ പറ്റുമോ നോട്ടെ. അവിടെ ഒരു കാർന്നവരുണ്ട്. അതിലിറങ്ങാനുള്ള വഴിയൊക്കെ നോക്കിയാ നല്ല സെറ്റപ്പ് സ്ഥലം കേട്ടോ. നീ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. നോക്ക്, നല്ല ബെഞ്ച്, മുള കൊണ്ട് ഉണ്ടാക്കിയ ബെഞ്ച്. ബാൽക്കണി പോലെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പാമ്പുണ്ടോയെന്ന് നമ്മൾ നോക്കണം കേട്ടോ. കാണാനൊന്നും ഒരു കുഴപ്പമില്ല, അടിപൊളി. പോരാ കേട്ടോ. പുഴ കാണിച്ചു തരാൻ വിളിച്ചത് തന്നെ. ഞാൻ പുഴ ആദ്യമായിട്ടാണ് കാണുന്നത്. മാങ്കോൻ്റെ ജ്യൂസ് കയ്യിലുണ്ട്, ആരെണ്ണം വിളിച്ചാൽ വേഗം പോവാം. ആ മിനി എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കായിരുന്നോ? ഇത് പെരിയാർ നദിയാണ്. വെള്ളം നമ്മൾ ഈ പെരുമ്പാവൂർക്ക് പോണ റൂട്ടിൽ നോക്കുമ്പോൾ, പാലത്തിൻ്റെ അടിയിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ നിറയെ പുല്ലാണ്. ഇത് മലയാറ്റൂർ മേഖലയിലേക്ക് വരുമ്പോൾ ഒരുവിധം തെറ്റില്ലാതെ വെള്ളമുണ്ട് പെരിയാറിൽ. ഇത് പെരിയാർ നദിയാണ്. ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനുള്ള ചിൽഡ്രൻസ് പാർക്ക്, വലിയവർക്ക് ഇരിക്കാനുള്ള ബെഞ്ച്, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഊഞ്ഞാൽ, ഒരു അടിപൊളി സൈലൻ്റ് ഏരിയയാണ്. പച്ച ചുരിദാർ ഇട്ട് വന്നേക്കാം, പച്ചലര ഉള്ളിൽ ഒതുങ്ങി നിൽക്കുക പറ്റിക്കാൻ വേണ്ടിയിട്ട്. പാമ്പൊക്കെ ഉണ്ടാവും കേട്ടോ. നിൽക്കുന്ന ഏരിയ നമ്മൾ ആകാശത്തേക്ക് നോക്കി നിൽക്കരുത്. അടിയിൽ വല്ലവന്മാരും കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. നമ്മൾ നടന്ന് വന്നു കഴിഞ്ഞാൽ ക്ഷീണിച്ചതിനാൽ ഇരിക്കാനുള്ള ബെഞ്ച് നോക്കിയാൻ, ആ ഒരു പാറക്കല്ല് നോക്കിയാൻ, നല്ല പരന്ന പാറക്കല്ലും. എൻ്റെ ചേച്ചി ഇതൊന്ന് പിടിച്ചേൻ. ഇത് എത്ര ആവർത്തി പറയണേ? രാമൊന്ന് പോയിട്ട് ഇരിക്കട്ടെ, നല്ല തണുപ്പുണ്ടാവും. പിടിക്കട്ടാ, ആട്ടാണ്ട് പിടിക്കട്ടാ. പണ്ടത്തെ രാജാക്കന്മാരെ ഇരിക്കുന്നത് ഇങ്ങനെയാ. ചേച്ചിന്ന് അടുത്തേക്ക് വന്നോളൂ, കല്ലെടുത്തിട്ട് വീക്ക് വെക്കേണ്ടി വരും.